പത്തിരിയുടെ ഒപ്പവും പിന്നെ ഒറട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പരിപ്പ് കറിയാണേ. അപ്പം ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആവശ്യമായിട്ട് പയറെടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ കണക്കിനുള്ള വെള്ളവും ഒഴിച്ച് പിന്നെ അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ഉടഞ്ഞ് വരണം, ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ ഈ വിഴിഞ്ഞം ഭാഗത്തൊക്കെ നമ്മൾ ഒറട്ടിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ജാറിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പുണ്ടാക്കണം. അപ്പം ആ ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും പിന്നെ വെളുത്തുള്ളി, ഞാൻ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം പയറെടുക്കുന്നു അത്രത്തോളം. പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം, ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മൾ വെള്ളവും ചേർത്ത് അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പം നമ്മൾ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. മാക്സിമം നമ്മൾ ഉടച്ചെടുക്കണം. ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാം. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പം നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല. ആവശ്യത്തിന് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഇരുന്ന് തിക്കാവും. ഇത് ഇങ്ങനെ തണുക്കും തോറും തിക്കായി കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കാതെ നമ്മളിത് നല്ല ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല ചൂടാക്കി എടുക്കണം. നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് എത്രയും ചേർത്ത് താളിച്ച് നമുക്ക് ആ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുത്താൽ നല്ല അടിപൊളി പരിപ്പ് കറി റെഡിയായി ഗെയ്സ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് സംഭവം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഈ കറി ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ചോറിനൊപ്പമൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.